സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദ ഫെർട്ടിലൈസേഴ്സ് ഓഫ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡ്, അതായത് ഫാക്ട് FACT ഇപ്പോൾ 78ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ മുതലായ എല്ലാവിധ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമല്ലോ. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ FACT കേരളത്തിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസാണ് FACT. കേരളത്തിൽ പ്രധാനമായിട്ടും ആലുവ കേന്ദ്രീകരിച്ചിട്ടാണ് FACT പ്രവർത്തിക്കുന്നത്. വളം കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്, ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് FACT. ആ FACTയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാം. സീനിയർ മാനേജർ മെക്കാനിക്കൽ 2 വേക്കൻസി, സീനിയർ മാനേജർ മാർക്കറ്റിംഗ് 3 വേക്കൻസി, പിന്നെ ഓഫീസർ സെയിൽസ് 6 വേക്കൻസി, പിന്നെ ഓഫീസർ വെൽഫെയർ 1 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി കെമിക്കൽ 14 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി മെക്കാനിക്കൽ 6 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രിക്കൽ 7 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻസ്ട്രുമെൻറ്റേഷൻ 5 വേക്കൻസി, പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനി തന്നെ സിവിലിൽ 2 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി ഫയർ ആൻഡ് സേഫ്റ്റിയിൽ 1 വേക്കൻസി, പിന്നെ മാർക്കറ്റിങ്ങിൽ 5 വേക്കൻസി. അത് മാനേജ്മെൻറ്റ് ട്രെയിനിയാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി ഒരുപാടുണ്ട്. പിന്നെന്താണ്, മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ടുള്ള ഫിനാൻസിൽ 4 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി ഹ്യൂമൻ റിസോഴ്സിൽ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ 2 വേക്കൻസി, പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനി മെറ്റീരിയൽസിൽ 2 വേക്കൻസി, ടെക്നീഷ്യൻ പ്രോസസ്സ് 10 വേക്കൻസി, ക്രാഫ്റ്റ്സ്മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ 4 വേക്കൻസി, റിഗർ അസിസ്റ്റൻറ്റ് 4 വേക്കൻസി. അങ്ങനെ എല്ലാം അടക്കമാണ് 78 വേക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് നോക്കാം. സീനിയർ മാനേജർ മെക്കാനിക്കൽ ആണെങ്കിൽ സാലറി വരെ 70,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ പെർ മന്ത് സാലറി ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് മെയിൻ്റനൻസ്, കൺസൾട്ടൻസി, പ്രോജക്ട്സ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിം സാലറി തന്നെയാണ്. അതിൽ വേണ്ടത് 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചറാണ് വേണ്ടത്. പിന്നെ മാനേജ്മെൻറ്റ് ഇതുമായിട്ട് അഗ്രി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമകളൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മൂന്നാമത്തെ ഓഫീസർ സെയിൽസ് സാലറി വരുന്നത് 30,000 തൊട്ട് 1,20,000 രൂപ വരെയാണ്. BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ കഴിഞ്ഞവർക്കാണ് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ആദ്യത്തെ 2 പോസ്റ്റും 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് കേട്ടോ. പിന്നെ അടുത്ത പോസ്റ്റ് നോക്കാം. ഓഫീസർ വെൽഫെയർ സാലറി സെയിം തന്നെ 30,000 തൊട്ട് 1,20,000 രൂപ വരെ. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സോഷ്യൽ സയൻസ് ഓർ അല്ലെങ്കിൽ LLB ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെയിനി കെമിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. അങ്ങനെ ഓരോന്നും ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ്. അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷന്, പിന്നീട് സിവില് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി, അതായത് ആ ബന്ധപ്പെട്ട മേഖലയിൽ ഡിഗ്രി, അത് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി അങ്ങനത്തെ ഡിഗ്രികളുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മാനേജ്മെൻറ്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് ആണെങ്കിൽ 2 ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് MBA അങ്ങനത്തെ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മാനേജ്മെൻറ്റ് ട്രെയിനി ഫിനാൻസ് ആയാലും ഫിനാൻസിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് കോഴ്സ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ 2 ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ HR കഴിഞ്ഞവർക്ക്. അതൊക്കെ നല്ല മാനേജ്മെൻറ്റ് ട്രെയിനി ആണെങ്കിൽ നല്ല സാലറി സ്കെയിൽ ഉണ്ട് കേട്ടോ. 50,000 തൊട്ട് 1,60,000 രൂപ വരെയാണ് സാലറി വരുന്നത്. എന്തായാലും മാനേജ്മെൻറ്റ് ട്രെയിനിക്ക് എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാനുള്ള പ്രായം 26 വയസ്സാണ്. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ പ്രോസസ്സ് 23,350 രൂപ തൊട്ട് 1,15,000 രൂപ വരെയാണ് സാലറി. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, കെമിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തതാണ് ക്രാഫ്റ്റ്സ്മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സാലറി 21,650 തൊട്ട് 85,000 രൂപ വരെയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ വിത്ത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് NCVT, അതായത് ITI ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് അങ്ങനെ രീതിയിലുള്ള ITI ആണ്. 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് റിഗർ അസിസ്റ്റൻറ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് വേണം. 35 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. സാലറി വരുന്നത് 18,750 തൊട്ട് 59,000 രൂപ വരെയാണ് സാലറി വരുന്നത്. ഓക്കെ, അത്രത്തോളമാണ് നമ്മളെ പോസ്റ്റുകളുടെ കാര്യം.
പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിൻ്റെ സാലറി സ്കെയിലൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് FACUTയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലെന്ന് വെച്ചാൽ ഓരോന്നിനും പെർസെൻറ്റേജ് ഓഫ് മാർക്സ് പറയുന്നുണ്ട്. ഒരുവിധം എല്ലാത്തിലേക്കും ഒരു 60%, 50 തൊട്ട് 60% വരെ മാർക്കുകളാണ് ഓരോന്നിനും പറയുന്നത്. അത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നീട് ഇതിൽ നോക്കേണ്ട ഒരു കാര്യം ആപ്ലിക്കേഷൻ ഫീസാണ്. മാനേജറിയൽ പോസ്റ്റ് ആയിട്ടുള്ള, അതായത് ആദ്യത്തെ 2 പോസ്റ്റൊക്കെ എന്താണ് മാനേജറിയൽ പോസ്റ്റ് ആണല്ലോ. അതെന്ന് വെച്ചാൽ പോസ്റ്റ് കോഡ് 1 തൊട്ട് 14 വരെ 1180 രൂപയാണ് വരുന്നത്. ആദ്യത്തെ 1, 2 അല്ല, പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ടല്ലോ. അതായത് പോസ്റ്റ് കോഡ് 1 തൊട്ട് 14 വരെ 1180 രൂപയാണ് ഈ GST അടക്കമുള്ള ആപ്ലിക്കേഷൻ ഫീസ്. പിന്നെ അതിൽ എന്താണ് ബാങ്ക് ചാർജ് എക്സ്ക്ലൂഡാണ്, അതും കൂടി വരും. അല്ലാത്ത 14 ശേഷം 15 തൊട്ട് 17 വരെ 590 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരും. നല്ല ഫീസ് ഉണ്ട് കേട്ടോ. മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളിലേക്ക് 1180, അതിനുശേഷമുള്ള വേക്കൻസികളുണ്ടല്ലോ അതിലേക്ക് 590 രൂപയാണ് ഫീസ് വരുന്നത്. ബാങ്ക് ചാർജ് എക്സ്ട്രാ വരും. പിന്നെ SC ST PWD ESM ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ല. ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന മുകളിൽ പറഞ്ഞ നിരക്കിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. സെലക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഓക്കെ, പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും. പേഴ്സണൽ ഇൻ്റർവ്യൂ കൊച്ചിയിലാണ് നടക്കുക. CBT എക്സാമിനേഷനൊക്കെ നടക്കുന്ന സെൻറ്റേഴ്സ് ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, തിരുവനന്തപുരം, കൊച്ചി. കേരളത്തിൽ തന്നെയുള്ള സ്ഥാപനം ആയതുകൊണ്ട് തന്നെ കേരളക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ അപ്ലൈ ചെയ്യാനും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തോളൂ. കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രമുഖമായിട്ടുള്ള സ്ഥാപനമാണല്ലോ. കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാവിധ എക്സാമിനേഷൻ സെൻറ്റേഴ്സും പിന്നെ എന്താണ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും കൊച്ചിയിൽ നിന്ന് തന്നെയായിരിക്കും. ഓക്കെ, ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. മാനേജറിയൽ ടെസ്റ്റിൻ്റെ 120 മിനിറ്റിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും, 60 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് A, പാർട്ട് 2 അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ഉണ്ട്. നോൺ മാനേജറിയൽ പോസ്റ്റും 90 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ്, 30 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 60 ക്വസ്റ്റ്യൻസ് എന്താണ് പാർട്ട് 1 30, പാർട്ട് 2 60 ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം മനസ്സിലാക്കുക. നമ്മളെല്ലാവിധ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നില്ല. ഓക്കെ, പിന്നീട് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ് www.fact.co.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കട്ടോ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോളൂ. ഈ മാസം 15-ാം തീയതി ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസും അടയ്ക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്. എന്തായാലും നിങ്ങൾ ഇത്രത്തോളം യോഗ്യത ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ യോഗ്യത ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്തായാലും 10ാം ക്ലാസ് വരെയുള്ളവർക്ക് വരെ 10ാം ക്ലാസ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട്. സാലറി നല്ല സ്കെയിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര സർക്കാർ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൽ ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി അപ്ലൈ ചെയ്തോളൂ. എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ നോക്കാനത്. നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.